ഹൈ പവർ UV ഡിസിൻഫെക്ഷൻ ലാമ്പ് കേരളത്തിൽ ആദ്യമായി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രവേശനത്തിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം കേരളത്തിൽ ആദ്യമായി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലെ വൻകിട സ്ഥാപനങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഹൈ പവർ ഡിസിൻഫെക്ഷൻ UV ലാമ്പ് നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ MLA ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷബ്നത്തിന് പ്രസ്തുത ലാമ്പ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഡിസിൻഫെക്ഷന്റെ ലാമ്പ് വിതരണം ചെയ്തതായി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ലോകമാസകലം കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെ നമ്മുടെ സമൂഹമാകെ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. ഇവിടെ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ശ്രീ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു സംരംഭത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഓൺ ചെയ്ത് 10-20 മിനിറ്റ് ഒരു റൂമിൽ വച്ചാൽ ആ റൂം മുഴുവൻ വിമുക്തമാകും, ഡിസിൻഫെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതൊരു പുതിയ കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ പകർച്ചവ്യാധികൾ കോവിഡിൻ്റെ കൊറോണ വൈറസ് മാത്രമല്ല, പല രോഗങ്ങളും ഇന്ന് പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമുണ്ട്. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യരംഗം. ഹൈ പവർ അൾട്രാ വയലറ്റ് ഡിസിൻഫെക്ഷൻ ലാമ്പ് ഇന്ന് സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ലോകമാകമാനം ഇന്ന് കൊറോണ വൈറസ് വ്യാപന ഭീഷണിയിൽ അത്യാധുനിക മോഡേൺ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അൾട്രാ വയലറ്റ് ലാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹൈടെക് കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണവുമായി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇത് ഒരു റൂമും ഹാളും എല്ലാം ഒരു രീതിയിലുള്ള കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനകത്ത് തന്നെ ഇത് സാനിറ്റൈസ് ചെയ്യാൻ പറ്റും ഒരു റൂമായാലും. ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ N വിശ്വനാഥൻ നായർ, കൊയ്ത്തൂർക്കോണം സുന്ദരൻ, പാളയം ഉദയകുമാർ, G സുരേന്ദ്രൻ, മോനി ശാർക്കര, RK രാധാമണി, ബേബി, അഴൂർ വിജയൻ, പുതുക്കരി പ്രസന്നൻ, K ഓമന, AR നിസാർ, SG അനിൽകുമാർ, മാടൻവിള നൌഷാദ്, അനു വി നാഥ്, ആന്റണി ഫിനു, യാസിർ എഹിയ, വിഷ്ണു മുരുക്കുമ്പുഴ തുടങ്ങിയവരും പങ്കെടുത്തു.